നമസ്കാരം. NRCT വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കൊല്ലം കൊടിയ വേനലായിരുന്നു. 2 മാസം താമസിച്ചാണ് നമുക്ക് വേനൽ മഴ കിട്ടുന്നത്. 2 ദിവസം മുൻപ് നമുക്കൊരു നല്ല മഴ കിട്ടി. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി കൃഷി ചെയ്യണം. ഇഞ്ചി മാത്രമല്ല, കപ്പ കൃഷി ചെയ്യണം. അങ്ങനെ പല കൂട്ടം ജോലികളുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇഞ്ചി നടാൻ ആരംഭിക്കാം. ഈ കൂട്ടിൽ ഈ മണ്ണ് ഇങ്ങനെ ഒന്ന് വകഞ്ഞു വയ്ക്കുക. സൈഡിലേക്കൊക്കെ ഒരു ചെറിയ കുഴി പോലെ വേണം. ഇത് ചാണകപ്പൊടിയാണ്. ഒരു വളം ചാണകപ്പൊടി കൈക്ക് നന്നായിട്ട് നിറച്ചിങ്ങെടുക്കുക. ഒരു വളം ചാണകപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മണ്ണുമായിട്ടൊന്ന് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി വെച്ച് കൊടുക്കുക. ഇഞ്ചി അങ്ങ് പതിപ്പിക്കുക. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, മുള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചാണകം മുക്കി നേരത്തെ കഴുകിയിട്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു ജൈവവളമുണ്ട്, നമ്മൾ കരുതിയിട്ടുണ്ട്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് ഇനി ചേർക്കേണ്ടത്. ഇതിങ്ങനെ ഈ സൈഡിൽ ഇതും ഒരു പിടുത്തം തന്നെ ഇട്ടോ, നല്ലതല്ലേ, ജൈവവളമല്ലേ. ഇങ്ങനെ അങ്ങോട്ട് മൂടുകയാണ്. മണ്ണിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂടി വെച്ചിരുന്ന കരിയില, ഇവിടെ കരുതി വെച്ചിരുന്ന കരിയില പിന്നെ മുകളിലേക്ക് അങ്ങ് നിറച്ച് ഇത്രയും ജോലിയുള്ളൂ. ഈ കാണുന്ന കൂട്ടിലെല്ലാം ഇഞ്ചി വെച്ച് ചാണകം ഇട്ട് എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും ഇട്ട് കരിയിലയിട്ട് പണി പൂർത്തിയാക്കാം. നിറച്ചു വെച്ചിരുന്ന കവറിനകത്ത് ഇഞ്ചി നട്ട് കഴിഞ്ഞ് കരിയിലേക്ക് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഒടിച്ചു വെച്ച ഇഞ്ചിയുടെ പകുതി ഇഞ്ചിയെ നമുക്ക് ആ കവറിനകത്ത് നടാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ഏരിയെടുത്ത് ഏരിയയിൽ നടണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കപ്പ ഒരു 5-6 ചാക്കിനകത്ത് നമ്മൾ നട്ട് പൊടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഈ കപ്പ നല്ല രുചികരമായ കപ്പയാണ്. അതുകൊണ്ടാണ് ചാക്കിനകത്ത് വെച്ചത്. സ്ഥലം ഒട്ടും പാഴാവുകയില്ലല്ലോ. ഇത് ബീൻസ് കേട്ടോ. ഇനിയും കൂട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൂടിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നമുക്ക് ആലോചിക്കണം. നമ്മുടെ മക്കോട്ടാദേവ ഔഷധ ചെടിയാണ്. ഷുഗറിന് ഈ ചെടിയുടെ പഴമെന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ തൊണ്ട് സംസ്കരിച്ചെടുത്ത് വെള്ളം വെന്ത് കുടിച്ചാൽ ഏത് ഷുഗറും പോകുമെന്ന് അനുഭവത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം കായ്ക്കും കേട്ടോ. ഇത് 1 മാസം മുമ്പ് കൊടിയ വേനലാണ്, വെള്ളമൊഴിക്കാനൊന്നും ഇല്ല. എന്നാലും നമ്മളൊരല്പം ക്യാരറ്റ് കൃഷി ചെയ്തായിരുന്നു. കുറച്ചേ ഉള്ളൂ. ക്യാരറ്റിന് നമുക്ക് മണ്ണിനകത്ത് കൃഷി ചെയ്യണം നന്നായിട്ട്. അതിനുള്ള വിത്ത് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇവിടെ നന്നായിട്ടുണ്ടാവും. നമുക്ക് വാട്ടി ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കപ്പയായത്. വേനൽക്കാലത്ത് കപ്പ വാട്ടി ഉണങ്ങി വച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ കഴിക്കുന്ന കപ്പയാണിത്. 10 ലിറ്റർ കപ്പയെന്ന് പറയും. ഒരല്പം കട്ട് ഇതിന് കൂടുതലുണ്ട്. പക്ഷേ വാട്ടി ഉണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. 10 ദിവസം മുമ്പ് ഇട്ട കപ്പയാണ്. 1-2 തവണ നനച്ചായിരുന്നു. അപ്പോൾ കൂടുതൽ വെയിലടിച്ച് പൊള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പയുടെ സൈഡിൽ ഇങ്ങനെ ചപ്പ് വാരിയിട്ടിരിക്കുന്നത്. പൊടിച്ചു തുടങ്ങി പലതും. താമസിച്ചു പോയി ഈ കൊല്ലം. സാധാരണ 1 മാസം മുമ്പൊക്കെ നല്ല മഴ കിട്ടുമായിരുന്നു. ആ നല്ല മഴ കിട്ടുമ്പോൾ ഇതുപോലെ കൂമ്പലെടുത്ത് കപ്പ നട്ട് ഇപ്പോൾ ഒരു 4 ഇല 5 ഇല ആകേണ്ട, അല്ലെങ്കിൽ 1 അടി പൊക്കം ആകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ കപ്പ പൊടിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ വർഷത്തെ കൃഷികാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കൃഷികൾ ചെയ്യാനുണ്ട്. ഈ കൃഷി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.